ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കോൺഗ്രസ് പാർട്ടി 140 നിയോജക മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശക്തമായ രീതിയിലുള്ള പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ബഹുഭൂരിപക്ഷം ആൾക്കാരും നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ ഇനി ഒരു ദിവസം കൂടിയുള്ളത് നാളെ കൂടിയാണ്. നാളെ കൂടി നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ എല്ലാ 3 മുന്നണികളിലും സ്ഥാനാർത്ഥികൾ കൃത്യമായി എത്തിയിരിക്കും. വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കമാവും. പക്ഷെ ദിനങ്ങൾ വളരെ കുറവാണ്. ജനങ്ങളുടെ മനസ്സിൽ UDF എന്ന ചിന്ത ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ജനങ്ങൾ UDFനോടൊപ്പമാണ്. കേരളത്തിൽ പിണറായിക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. കേരളത്തിൽ UDFനോടൊപ്പം 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. UDF അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയാതെ വയ്യ, അത് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലരെയും ഒഴിച്ചു മാറ്റി നിർത്തി എന്നുള്ളത് കോൺഗ്രസിലെ പല പ്രവർത്തകരെയും വേദനിപ്പിക്കുന്നു. എന്നെയും അത്തരത്തിൽ വേദനിപ്പിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ പല അപാകതകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ സംസാര വിഷയമല്ല. ജയിച്ചു വരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിസന്ധി വളരെ വലുതാണ്. എൻ്റെ അടുത്ത സുഹൃത്തും ഞങ്ങളെയൊക്കെ വളരെ വലിയ സ്നേഹത്തോടുകൂടി ഈ പാർട്ടിയിൽ ഞങ്ങളെയൊക്കെ കരുതുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ജോസഫ് വാഴക്കൻ. ജോസഫ് വാഴക്കനെ പോലെ ഉള്ളവരോട് കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടത്താത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഭീമമായ നഷ്ടം വരെ ഉണ്ടായി. ലക്ഷക്കണക്കിന് പോസ്റ്ററുകളും ഫ്ലെക്സുകളും അടിച്ചു. പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കോളാൻ പാർട്ടി നേതൃത്വം പറഞ്ഞു. ഏറ്റുമാനൂർ വേറെ പേരുകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും ഏറ്റുമാനൂരെ മാറ്റി നിർത്തിയത് ചില രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാം. ചില ആൾക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവരൊക്കെ മന്ത്രിപദത്തിലേക്ക് വരാൻ സാധ്യതയുള്ള പലരെയും സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായി അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ചാണക്യന്മാരെന്ന് സ്വയം വിശേഷിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെയൊക്കെ തിരിച്ചുവരവുകളും അവരോടൊപ്പമുള്ള ജനങ്ങളുടെ സാന്നിധ്യവും ഒക്കെ ഒരു കാലത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതിനകത്ത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ജോസഫ് വാഴക്കനെ പോലെ ഉള്ളവരൊക്കെ പാർട്ടിക്ക് പ്രധാനപ്പെട്ട ഒരു ആൾക്ക് തന്നെ പ്രധാനപ്പെട്ട 2 പോസ്റ്റ് കൊടുക്കുക, അവരെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പിന്നെയും ഉൾക്കൊള്ളുക, ഇതൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഉചിതമല്ല എന്നുള്ളതാണ്. ഉചിതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ചട്ടക്കൂടിന്റെ പ്രവർത്തന ശൈലിയിലേക്ക് പോകുവാൻ നേതൃത്വം തയ്യാറാകണമെന്ന് എനിക്ക് പറയാം.